ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നേരത്തെയുള്ള ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് ഈ കണ്ടൻറ്റ് ചെയ്യണമെന്ന്. കാരണം ഓൾറെഡി ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചതായിരുന്നു ഈ ഒരു കണ്ടൻറ്റ് ചെയ്താലോ എന്ന്. പക്ഷേ എനിക്ക് തന്നെ അറിയാം ഇതൊരു ക്ലീഷേ കണ്ടൻറ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ഒരുപാട് മുന്നേ കുറേ വ്ളോഗേഴ്സൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ കോണ്ടൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു അത്ര ഒരു ഇതല്ല, ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് കുറച്ച് ജ്വല്ലറീസ്, കുറച്ച് ഇയറിങ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ജ്വല്ലറീസിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത് ഇയറിങ്സ് ആണ് കേട്ടോ. അതല്ലാതെ ഇപ്പോൾ മാല, വള അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എവിടെയെങ്കിലും പോയി കണ്ടാൽ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഇയറിങ്സിലായിരിക്കും. അതും അധികം ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അധികം പോയി വാങ്ങിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല ഇൻ ദ സെൻസ് എനിക്ക് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അല്ലാണ്ട് ഞാനങ്ങനെ വാങ്ങിക്കുന്നതെല്ലാം ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇതിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് അധികം എടുത്ത് വെക്കാറുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡ്രോവർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൽ നിന്ന് ഒരു തട്ട് മാത്രം ഞാൻ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ഇതിലെടുക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു കമ്മലുണ്ട്. ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചത് തന്നെ എനിക്കറിയാൻ പാടില്ല. ഈ ഒരു സാധനം ഇത് 2 വർഷം മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കമ്മലാണ്. ഈ ഷറാറ ഡ്രസ്സിനൊക്കെ ഒരുപാട് പേര് ഇട്ട് കണ്ടിട്ടുള്ള ഒരു കമ്മലായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ ഫംഗ്ഷന് ഞാൻ ഷോപ്പിൽ പോയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഇത് ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ, 100 രൂപ അങ്ങനെ എങ്ങോട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഇത് ഇടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ എൻ്റെ ഓണപ്പരിപാടിക്ക് ഞാനൊരു ഹാഫ് സാരി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലൂ കളർ, ഈ ഒരു ബ്ലൂ കളറായിരുന്നു കേട്ടോ. അപ്പം അതിന് പറ്റിയ പോലത്തെ മാലയും കമ്മലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് ഈ മാല. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഈ മാല കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാല. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചിറങ്ങി അടുത്ത ഷോപ്പിൽ ഞാൻ കമ്മൽ വാങ്ങിക്കാൻ ചെന്നു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ എക്സാക്റ്റ് കളറും ഇതിൻ്റെ സെയിം ഷേപ്പിലുള്ള ഒരു കമ്മൽ ഞാൻ കണ്ടു കേട്ടോ. ഈ കമ്മൽ ഇത് കണ്ടാലേ ശരിക്കും രണ്ടും സെയിം ആണെന്ന് വിചാരിക്കും, ഒരുമിച്ച് കിട്ടുന്നതാണ് വിചാരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷെ എന്തുകൊണ്ടും എനിക്ക് സെയിം തന്നെ കിട്ടി. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇതപ്പം തന്നെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു കമ്മലാണ്. കഴിഞ്ഞ വർഷം ഓഫീസിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ കമ്മലാണ് കേട്ടോ യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ. കാണാൻ ഭയങ്കര ചെറുതാണ്, പക്ഷെ ഇടുമ്പോൾ നല്ല ഭംഗിയും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു കമ്മലാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു കമ്മലാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത്ര വലിയ കമ്മലെന്ന്. പക്ഷേ നല്ല നൈസാണ്. ഇത് 2024 ഓഗസ്റ്റിൽ എൻ്റെ കൊളീഗിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് ഞാൻ സാരിയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിലൊരു കോപ്പർ ഷെയ്ഡുള്ള ഒരു സാരിയായിരുന്നു അത്. അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു കമ്മലാണിത്. ഇതിൻ്റെ കളർ ഇപ്പം ഷെയ്ഡ് മാറിപ്പോയി കേട്ടോ. കോപ്പർ കളറായിരുന്നു ആ വാങ്ങിച്ച സമയത്ത്. അപ്പോൾ ഇത് ഇടുന്ന സമയത്തും ഭയങ്കര വലുതാണ്, ഇത് കണ്ടില്ലേ, ഭയങ്കര വലുതാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ കല്യാണത്തിന് അന്ന് ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സാരിയായിട്ടൊരു മാച്ചുമില്ല. സാരിയായിട്ട് മാച്ചല്ല, മീൻസ് ഇട്ട് നോക്കുമ്പം ഒരു കണക്ഷൻ ഇല്ല. സാരിയും ഈ കമ്മലായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ അന്ന് ഈ കമ്മൽ യൂസ് ചെയ്തില്ല. പകരം ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു കമ്മലായിരുന്നു യൂസ് ചെയ്തത്. ഇത് ചെറുതാണ് കാണാൻ, പക്ഷേ ഇടുമ്പം നല്ല ഭംഗി തോന്നി. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്ത് യൂസ് ചെയ്തു. പക്ഷേ ഈ കമ്മൽ അതിന് ശേഷം ഞാൻ അനന്തപുരം അമ്പലത്തിൽ പോയപ്പം ഞാൻ ഈ കമ്മലായിട്ടത്. അന്ന് നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നി. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കമ്മൽ. പക്ഷേ ഇതിൻ്റെ കളറിപ്പ് ഷെയ്ഡായിട്ട് പോയിട്ടോ. പക്ഷെ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അടുത്ത കമ്മൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ തന്നെ
ഒരു വില്ലിച്ചനുണ്ട്. ആ വില്ലിച്ചൻ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് നടത്തിയിട്ട് കമ്മലും കുറച്ച് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ എന്നോ അതിൽ പോയപ്പം ഞാൻ പെട്ടെന്ന് നോക്കി, ഒന്നും നോക്കിയില്ല, എടുത്ത് വാങ്ങിച്ച്. ഒന്നും ആലോചിച്ചില്ല, കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അപ്പം തന്നെ എടുത്ത് വാങ്ങി. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വെർത്തായിട്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാ ചുരിദാറും പോലത്തെ അതുപോലത്തെ അനാർക്കലി പോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതിന് ഭയങ്കര സ്യൂട്ടാവുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇടുമ്പോഴും നല്ല ഭംഗിയുണ്ട്. ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ ഒരു കമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇതൊന്നും ഓർത്തിട്ടൊന്നുമല്ല വാങ്ങിച്ചത്. ഞാൻ പോയി കണ്ടു, അപ്പോൾ തന്നെ വാങ്ങിച്ച്. പക്ഷേ ഇപ്പോൾ ഇത് വെർത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ. പക്ഷേ ഞാനിത് ആകെ ഒരു തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് കുറേ ഡ്രസ്സിന് യൂസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അടുത്ത കമ്മൽ ഇത്. ഈ മാലയും ഇതിൻ്റെ കൂടെ തന്നെ കമ്മലും വരുന്നുണ്ട് കേട്ടോ, പെയറായിട്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ കാസർഗോഡ് നിന്ന് വാങ്ങിച്ച മാലയാണ് കേട്ടോ. ഇതിൻ്റെ കമ്മലാണ് ഇത്. ഇത് ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ തലേ ദിവസം ഏതോ ഒരു ഇൻഫ്ലുവൻസർ ഞാൻ ഇത് സെയിം മാലയും സെയിം കമ്മലിട്ടിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് തോന്നുന്നു മൃദുല പ്രണവ് അവരുണ്ടല്ലോ, അവരാന്ന് തോന്നുന്നു. എക്സാക്റ്റ് സാധനമായിരുന്നു. അപ്പോൾ ഇതേ സാധനം കൊള്ളാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയി ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സാധനം കണ്ടു, ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് കൊള്ളാം. ഇത് ഭയങ്കര ഓവറായിട്ടും ഇല്ല, അതുപോലെ ഭയങ്കര ചെറുതായിട്ടും തോന്നില്ല. ഇതിൻ്റെ കമ്മൽ കുറച്ചും കൂടി സിമ്പിളാണ്. പക്ഷെ അന്ന് ഹൗസ് വാമിങ്ങിന് ഞാൻ ഈ കമ്മലല്ല ഇട്ടത്, വേറെ കമ്മലാണ് ഇട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. സെയിം സാധനം തന്നെയാണ് ഞാൻ ഹൗസ് വാമിങ്ങിൽ ഇട്ട ഈ മാല. ഇതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി. അതുപോലെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാല. അതുപോലെ എന്നോട് കുറേ പേര് ചോദിക്കുകയും ചെയ്തു എവിടെ നിന്നാണ് വാങ്ങിച്ചത്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇനി അടുത്ത കമ്മൽ, ഈ കമ്മൽ ഇതൊരു ജുംക്കയാണ്, കുറച്ച് വലിയ ജുംക്കയാണ് കേട്ടോ. ഈ വർഷം ജനുവരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കോഫി കളർ ഒരു അനാർക്കലി ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ഡ്രസ്സായിരുന്നു. അപ്പം അതിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാസർഗോഡുള്ള ഷീ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഷീയിൽ പോയപ്പം ആദ്യം ഞാൻ ഈ ഒരു കമ്മൽ വാങ്ങിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റോൺ ഉണ്ടല്ലോ, ഇതും എൻ്റെ ഡ്രസ്സിൻ്റെ കളറുമായിട്ട് യാതൊരു മാച്ചും ഇല്ല. പക്ഷേ സ്റ്റിൽ ഞാൻ വാങ്ങിച്ച്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. പക്ഷേ രണ്ടാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഇടുമോ, കുറച്ച് വലിയ കമ്മലാണ്, മാത്രമല്ല ഇതിനും മാച്ച് ഇല്ലാത്ത പോലെ തോന്നി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു കമ്മൽ വാങ്ങിച്ച്, വേറൊരു ജുംക്ക വാങ്ങിച്ച്. ആ ജുംക്കയാണ് ഇത്. ഇത് കുറച്ച് ചെറിയ ജുംക്കയാണ്. പക്ഷേ ഇട്ട് നോക്കിയപ്പം ഇതിനേക്കാളും ബെറ്റർ എനിക്ക് മറ്റത്, അതായത് ഈ സാധനമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ കമ്മൽ. ചുമ്മാ വാങ്ങിച്ച് വെച്ചതല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അമ്മ എപ്പോഴും പറയും എന്തോരം കമ്മലാണ് ഇത് ഫാൻസിൽ കൊടുത്താൽ നല്ല പൈസ കിട്ടുമെന്നൊക്കെ അമ്മ പറയും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കമ്മലിട്ടത്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് അതിന് ശേഷവും ഞാൻ 1-2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ കമ്മൽ. ഇനി അവസാനത്തെ കമ്മലാണ് ഇത്. എൻ്റെ ഈ ജുംക്കാസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെന്തോ പരിപാടിക്ക് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ആ ഡ്രസ്സല്ല ഞാൻ ഇട്ടത്. അതുകൊണ്ട് ഈ കമ്മൽ എനിക്ക് അന്നിടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇത് വേറൊരു ദിവസം യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കമ്മൽ. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡായി എന്നൊക്കെ തോന്നുന്നു. ഞാൻ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഷോർട്ടാക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഇത്ര ഞാൻ കാണിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഏത് കോണ്ടൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരാം. അതുവരെ ബൈ.